നമ്മൾ പേയ്മെന്റ് ചെയ്യാണ്ട് ഒരു സർവീസ് എടുക്കുന്നിടത്തോളം കാലം ഇറ്റ്സ് നോട്ട് ഹിസ് പ്രയോറിറ്റി, ഇറ്റ്സ് അവർ പ്രയോറിറ്റി. വന്ന് പണി പോകുമെന്ന് ചോദിച്ചതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ആമസോൺ. ഞാൻ ഇന്നേ വരെ നിങ്ങളെ വിളിച്ചിട്ടില്ല, പ്രൊഡക്റ്റ് തന്നു, എൻ്റെ ലോഗോ അയച്ചു തന്നു, പിറ്റേ ദിവസം ഡെലിവറി. ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മളൊരു പെർമനന്റ് ഇങ്ക് സ്റ്റാമ്പിന് നോർമലി 5,000 ആണ് ഇംപ്രഷൻ നമ്മൾ കൊടുക്കുന്നത്. ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ 36,000 ഗ്ലാസ്സിന് ഞാൻ സ്റ്റാമ്പ് ചെയ്തു. എന്നിട്ടും അവര് സർവീസ് ആൻഡ് സപ്പോർട്ട് ചോദിക്കാണ്. ഞങ്ങൾ അവരെ കൊണ്ട് വേറെ പുതിയ എടുപ്പിച്ചു. അല്ല, അതാണ് അത് ആ വാല്യൂ അഡീഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ കസ്റ്റമർ ആരും ഇതുവരെ നമ്മളെ വിട്ടുപോയിട്ടില്ല. പക്ഷെ ഇപ്പം വരുന്ന കസ്റ്റമർ മാക്സിമം ബൈ റെഫറൻസ് അവർ കസ്റ്റമേഴ്സ് തരുന്നുണ്ട്. എക്സിസ്റ്റിംഗ് കസ്റ്റമർ റിപ്പീറ്റ് ഓർഡേഴ്സ് നമുക്ക് തരുന്നുണ്ട്. യെസ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു നല്ല പ്രൊഡക്റ്റ് നല്ലൊരു ടീമിനെയും ഉണ്ടാക്കി വെച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ടീമാണ് നമ്മളെ സ്ട്രെങ്ത്. മാഷാഅല്ലാഹ്. അപ്പൊ അത് സ്കെയിൽ ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസ്, മാർക്കറ്റിംഗ്, സപ്ലൈ ചെയിൻ, ഇത് മൂന്നും പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഉറങ്ങിക്കിടന്നാലും നിങ്ങൾക്ക് ബിസിനസ് വരും. അപ്പോൾ CRM ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതെ, CRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് CRM. ഇപ്പോൾ ഈ കസ്റ്റമർ അതിൽ വന്നു, അവർ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വാട്ട് നെക്സ്റ്റ്, അത് ഒരു അസൈൻഡ് ഒരാളുടെ അടുത്തേക്ക് പോകണം. ആ ആൾ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ഇന്ന ടൈം നമ്മളൊരു സർവീസ് ലെവൽ എഗ്രിമെന്റ് വെക്കുക, ഒരു SLA വെക്കുക, ഇന്ന ടൈമിനുള്ളിൽ ഈ കസ്റ്റമറിന്റെ തീർത്ത് കഴിയണം എന്നുള്ളത്. ഓക്കെ, അത് തീർന്നില്ലെങ്കിൽ ഇറ്റ്സ് ഹിസ് പ്രോബ്ലം, ഓർ മേ ബി ദർ വിൽ ബി കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഡിലേ ആവും. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, കാരണം കസ്റ്റമർ ഓൾറെഡി പേ ചെയ്തു. ഇനി കച്ചവടം എടുക്കേണ്ടത് കസ്റ്റമറിന്റെ ആവശ്യമാണ്. അപ്പൊ പുള്ളി നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് വരും. അതിനുള്ള ഒരു ട്രിക്കും കൂടിയാണ് പേയ്മെന്റ് ചെയ്യുന്നത്. നമ്മൾ പേയ്മെന്റ് ചെയ്യാണ്ട് ഒരു സർവീസ് എടുക്കുന്നിടത്തോളം കാലം ഇറ്റ്സ് നോട്ട് ഹിസ് പ്രയോറിറ്റി, ഇറ്റ്സ് അവർ പ്രയോറിറ്റി. അല്ലെ, ഇന്ന് ആ ഏതൊരാളുടെയും പ്രയോറിറ്റിയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് CRM വഴി അസൈൻ ചെയ്ത് അതിനെ പ്രോപ്പർലി മോണിറ്റർ ചെയ്ത് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തുന്ന വരെയുള്ള ഡെലിവറി വരെയുള്ള സർവീസുകളെല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാം. മുൻപ് ഇതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇന്ന് ഒന്നിനൊരു നോ ഇല്ല. അവിടെയാണ് AI കടന്നുവരവ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ്. AI വന്ന ശരിക്കും പണി പോവും? AI വന്ന പണി പോവും, 100% പണി പോവും. ആരുടെ? AI ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്ന പണി ഞാനത് ഒരു 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് 2 മിനിറ്റിൽ തീർക്കാൻ വേണ്ടി ഞാൻ പഠിച്ചില്ലെങ്കിൽ എൻ്റെ പണി പോകും. അപ്പോൾ ഒരു 3-4 വർഷം നമ്മൾ AI അഡോപ്റ്റ് ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും 100%. അതായത് ഇപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ എൻ്റെ പണി എനിക്ക് മാത്രം അറിയാവുള്ളൂ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ എൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് വേറെ ആർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് സർവീസുകളിൽ അതുപോലെ തന്നെ വലിയ കമ്പനീസിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ അവർ ചെയ്യണമെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ Gmail ത്രൂ അല്ലെങ്കിൽ നമ്മൾ Office 365 ത്രൂ ആയിരിക്കും, ഔട്ട്ലുക്ക് ത്രൂ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ചെയ്യണം. ഉറപ്പായിട്ടും ഈ സാധനം മുഴുവൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ കുട്ടി. എനിക്ക് തോന്നുന്നു കോർപ്പറേറ്റ് ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറിനാണ് കൂടുതൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ ഇൻഫ്രാസ്ട്രക്ചറിനാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളുടെ ഡെയിലി റുട്ടീൻസ്. നമ്മൾ വിചാരിക്കും നമ്മളയക്കുന്ന ഇമെയിൽ നമ്മൾ അപ്രൈസൽ ട്രാക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കമ്പനീസും ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വലിയ കമ്പനീസ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇത് ലേൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു നമ്മുടെ ഒരു ആവശ്യം അവിടെ ഇല്ലാണ്ടായി മാറും. നമ്മൾ ചാറ്റ് ബോട്ടിനെ പഠിപ്പിക്കുന്ന പോലെ ഈ സിസ്റ്റം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് പഠിക്കുന്നുണ്ട് ശരിക്കും. യെസ്, ഞാൻ അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. വന്ന് പണി പോകുമെന്ന് ചോദിച്ചതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ആമസോൺ. ഓക്കെ, ആമസോണിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കേരളത്തിൽ ഒരുപാട് പേര് ആമസോണിൻ്റെ ബാക്ക് ആൻഡ് സർവീസസ് ചെയ്യുന്നുണ്ട്. അതായത് ചാറ്റ്സ് എടുക്കുന്നുണ്ട്. ആമസോൺ കാനഡ, ആമസോൺ US അല്ലെങ്കിൽ ആമസോണിൻ്റെ പല കൺട്രീസിൽ നിന്നുള്ള ചാറ്റ്സ് കേരളത്തിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, ഫിലിപ്പീൻസിലേക്ക് പോകുന്നുണ്ട്, ജോർഡനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം AI വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ ചാറ്റ് ചെയ്യുന്നത് AI ഉപയോഗിച്ചിട്ട് അവർ ചെയ്തു തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ചാറ്റിൽ നിന്നുകൊണ്ടിരുന്ന എത്ര പേരുടെ പണി പോയെന്നുള്ള ഗൂഗിളിൽ സെർച്ച് എന്താണ് ചാറ്റ് ചെയ്യുന്നുള്ളത് ചാറ്റ് ബോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.